നേരിട്ട് വീട്ടുപടിക്കലെത്തിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്ന രീതി അവസാനിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു സാമ്പത്തിക സഹായം മാത്രമല്ല, ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ആശ്രയമാണ്. വയോജനങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ, തൊഴിൽ ചെയ്യാൻ കഴിയാത്തവർ തുടങ്ങി സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങൾ ഓരോ മാസവും ഈ തുക പ്രതീക്ഷിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വർഷങ്ങളായി വിജയകരമായി നടപ്പിലാക്കിയിരുന്ന വീട്ടുപടിക്കൽ പെൻഷൻ വിതരണം അവസാനിപ്പിക്കുന്നത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം കിടപ്പ് രോഗികളെ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഇനി മുതൽ DBD സംവിധാനത്തിലൂടെ ആധാർ ബന്ധിപ്പിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പെൻഷൻ തുക കൈമാറുക. ഇതോടെ സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന രീതി പൂർണ്ണമായും അവസാനിക്കും. ഇതൊരു ഭരണപരിഷ്കാരമെന്ന പേരിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ ക്രമേണ ഇല്ലാതാക്കാനുള്ള ആദ്യ പടിയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. 10 വർഷത്തിലേറെയായി കേരളത്തിൽ വലിയൊരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് വീട്ടുപടിക്കൽ പെൻഷൻ ലഭിച്ചു വരികയായിരുന്നു. DBD സംവിധാനം സ്വമേധയാ തിരഞ്ഞെടുക്കുന്നവരെ ഒഴികെ പകുതിയിലധികം ആളുകൾക്ക് ബാങ്കുകൾ കയറേണ്ട സാഹചര്യമില്ലായിരുന്നു. സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ വീടുകളിലെത്തി നേരിട്ട് പെൻഷൻ കൈമാറുന്നതിലൂടെ പ്രായമായവർക്കും ശാരീരിക അവശത നേരിടുന്നവർക്കും വലിയ ആശ്വാസമായിരുന്നു ഈ സംവിധാനം. ഈ ജനകീയ മാതൃകയാണിപ്പോൾ സർക്കാർ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വീട്ടുപടിക്കൽ പെൻഷൻ വാങ്ങുന്നവരിൽ ഭൂരിഭാഗം ബാങ്കിംഗ് സംവിധാനങ്ങളുമായി കാര്യമായി ഇടപഴകാൻ കഴിയാത്തവരാണ്. പ്രായാധിക്യം മൂലം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തവരും, കാഴ്ചശക്തി കുറഞ്ഞവരും, ഭിന്നശേഷിയുള്ളവരും, വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ സംവിധാനം വലിയ അനുഗ്രഹമായിരുന്നു. പുതിയ ഉത്തരവിലൂടെ ഇവർ ബാങ്കുകളിൽ പോയി പെൻഷൻ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. സർക്കാർ ഈ തീരുമാനം നടപ്പിലാക്കുന്നതോടെ യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുക സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ജനവിഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരങ്ങളിൽ ബാങ്കിംഗ് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലെ പലർക്കും ബാങ്ക് ശാഖകളിൽ എത്താൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരും. യാത്രാ ചെലവും ശാരീരിക ബുദ്ധിമുട്ടുകളും പലർക്കും താങ്ങാനാവാത്ത അവസ്ഥയിലാണുള്ളത്. ഇതെല്ലാം പരിഗണിക്കാതെയാണ് സർക്കാർ ഏകപക്ഷീയമായി പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു അവകാശമാണെന്നും അത് സർക്കാർ നൽകുന്ന ഔദാര്യമല്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. എന്നാൽ പുതിയ ഉത്തരവിലൂടെ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം പെൻഷനെ ജനങ്ങളുടെ അവകാശമായി കാണാതെ ഭരണകൂടത്തിന് ദാനമായി അവതരിപ്പിക്കുന്ന വികല വലതുപക്ഷ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ക്ഷേമരാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. DBD സംവിധാനം നിർബന്ധമാക്കുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങളാണെന്ന വാദവും സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാൽ കേന്ദ്ര സഹായം നഷ്ടപ്പെടുമെന്ന സാഹചര്യമുണ്ടാകുമെന്ന ന്യായീകരണമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. എന്നാൽ ഈ വാദം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നാണ് പിണറായി വിജയന്റെ നിലപാട്. കേരളത്തിൽ ഓരോ മാസവും വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതം കേവലം 1% മാത്രമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടാതെ കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ആകെ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഏകദേശം 13.5% പേർക്ക് മാത്രമാണ്. ബാക്കിയുള്ള 86%-ലധികം ഗുണഭോക്താക്കൾക്കും മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ തന്നെയാണ് നൽകുന്നത്. അതിനാൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിക്കേണ്ട നിർബന്ധിത സാഹചര്യമില്ലെന്നും ജനങ്ങളുടെ സൗകര്യത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. LDF സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് കേന്ദ്രത്തിന്റെ ഇത്തരം നിർദ്ദേശങ്ങളെ അന്ധമായി പിന്തുടരാതെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് തീരുമാനങ്ങൾ എടുത്തതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ സഹകരണ സംഘങ്ങൾ മുഖേന വീട്ടുപടിക്കൽ പെൻഷൻ എത്തിക്കുന്ന മാതൃക തുടർന്നത് അതുകൊണ്ടാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര നിർദ്ദേശങ്ങളെ മറികടക്കുമ്പോഴും ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുകയായിരുന്നു മുൻ സർക്കാർ ചെയ്തതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഇപ്പോഴത്തെ UDF സർക്കാർ കേന്ദ്ര നിർദ്ദേശങ്ങളെ ഒരു അവസരമായി ഉപയോഗിച്ച് പെൻഷൻ വിതരണ സംവിധാനം തന്നെ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജനകീയ സംവിധാനം അവസാനിപ്പിക്കുകയാണ് സർക്കാരിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും അദ്ദേഹം വിമർശിച്ചു. ഭരണ സൗകര്യത്തിനു വേണ്ടി ജനങ്ങളുടെ ജീവിതം കൂടുതൽ പ്രയാസത്തിലാക്കുന്ന സമീപനം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെൻഷൻ വാങ്ങാൻ ബാങ്കിലെത്തേണ്ടി വരുന്നവർക്ക് പലപ്പോഴും മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വരും. ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ, ആധാർ ബന്ധിപ്പിക്കൽ, ബയോമെട്രിക്കൽ പരിശോധനയിലെ തടസ്സങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളും പലർക്കും നേരിടേണ്ടി വരും.
നേരിടുന്നവരും ഡിജിറ്റൽ സംവിധാനങ്ങൾ പരിചയമില്ലാത്ത പ്രായമായവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ തീരുമാനം പുനർപരിശോധിക്കണമെന്നും പുതിയ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വീട്ടുപടിക്കൽ പെൻഷൻ ആവശ്യമുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും വീണ്ടും സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ജനകീയ ക്ഷേമ പദ്ധതികളെ സാങ്കേതിക നയങ്ങൾ പറഞ്ഞ് ഇല്ലാതാക്കുന്നത് ശരിയല്ലെന്നും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഭരണ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേമ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ സംവിധാനം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുപോലെ ഭിന്നശേഷിക്കാർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും സ്ഥിരമായി ആശുപത്രി ചികിത്സയിൽ കഴിയുന്നവർക്കും ബാങ്കുകളിൽ നേരിട്ടെത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കിടപ്പ് രോഗികളെ സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും കിടപ്പ് രോഗികളല്ലാത്ത നിരവധി വയോജനങ്ങളും ശാരീരികമായി അവശത അനുഭവിക്കുന്നവരുമുണ്ട്. ഇവർക്കും ബാങ്കിലെത്തി മണിക്കൂറോളം കാത്തുനിൽക്കുക എന്നത് എളുപ്പമായ കാര്യമല്ല. വർഷങ്ങളായി സഹകരണ സംഘങ്ങൾ വഴി വീട്ടുപടിക്കൽ പെൻഷൻ എത്തിക്കുന്ന സംവിധാനം ഇത്തരം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും ഒരേ രീതിയിലേക്ക് മാറ്റുന്നതിനു പകരം വീട്ടിൽ പെൻഷൻ ആവശ്യമുള്ളവർക്ക് ആ സൗകര്യം തുടർന്നും ലഭ്യമാക്കുകയും ബാങ്ക് വഴി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് DBD സംവിധാനവും ഒരുപോലെ അനുവദിക്കുകയുമാണ് ഏറ്റവും മാനുഷികവും പ്രായോഗികവുമായ തീരുമാനം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നത് വെറും പണം വിതരണം ചെയ്യലല്ല, ഏറ്റവും കൂടുതൽ കരുതൽ ആവശ്യമുള്ള മനുഷ്യരുടെ ജീവിതത്തിന് സർക്കാർ നൽകുന്ന ഉറപ്പാണ്. അതുകൊണ്ട് അവരുടെ സൗകര്യവും അന്തസ്സും മുൻനിർത്തിയുള്ള തീരുമാനങ്ങളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്.